ജനനേന്ദ്രിയങ്ങളിൽ സ്പർശിക്കാതെ തന്നെ ഒരു രതിമൂർച്ചയിലെത്താനുള്ള ഒരു കഴിവ് പല സ്ത്രീകൾക്കുമുണ്ട്. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ലൈംഗിക വികാരങ്ങൾ ഉണർത്തുന്ന ഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ മേഖലകൾക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഇറോജിനസ് സോൺസ്. അപ്പം തൻ്റെ പങ്കാളിയെ രതിമൂർച്ചയിൽ എത്തിക്കണം എന്നാഗ്രഹിക്കുന്ന ഏതൊരു പുരുഷനും ഈ ഇറോജിനസ് സോൺസ് അല്ലെങ്കിൽ ഈ മേഖലകളെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഏതൊക്കെയാണ് ഈ മേഖലകൾ? അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തെപ്പറ്റി ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്നത് ഡോക്ടർ ലീസ ഡോൺ ഹാമിൽട്ടൺ ആണ്. കാനഡയിലെ മൗണ്ട് എലിസൺ യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി പ്രൊഫസറും യൂണിവേഴ്സിറ്റിയുടെ സെക്സ് റിസർച്ച് ലാബിന് നേതൃത്വം നൽകുന്ന വ്യക്തിയുമായ ഡോക്ടർ ലീസ ഡോൺ, ഡോക്ടർമാരും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസുകളും ഉൾപ്പെടെയുള്ള എക്സ്പേർട്ടുകൾ ലൈംഗികതയെപ്പറ്റി ജനങ്ങളോട് പറയുന്ന കാര്യങ്ങളുടെ പിന്നിലുള്ള സത്യാവസ്ഥയെപ്പറ്റി ഗവേഷണം ചെയ്യുകയും ആ കണ്ടെത്തലുകൾ അവരുടെ പോഡ്കാസ്റ്റായ ഡു വി നോ തിങ്സിലൂടെ ജനങ്ങളുമായിട്ട് പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുമാണ്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ലൈംഗികതയിൽ ഏറ്റവും അധികം പഠനങ്ങൾ വന്നു തുടങ്ങിയത് പ്രത്യേകിച്ചും സ്ത്രീകളുടെ ലൈംഗികതയിൽ അമേരിക്കയും കാനഡയും യുകെയും ഓസ്ട്രേലിയയും സ്വീഡനും പോലെയൊക്കെയുള്ള രാജ്യങ്ങളിൽ കഴിഞ്ഞ 30 കൊല്ലത്തിനുള്ളിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ സംസാരിക്കുന്ന ഒട്ടുമിക്ക ഡോക്ടർമാരും എക്സ്പേർട്സുകളും ഒക്കെ പറയുന്ന കാര്യങ്ങൾ കാലഹരണപ്പെട്ട കഥകളാണ്. കാരണം അവരാരും തന്നെ അവരുടെ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് ലൈംഗികതയെ പറ്റിയോ ലൈംഗികതയിൽ നടക്കുന്ന പുതിയ ഗവേഷണങ്ങളെ പറ്റിയോ ഒന്നും തന്നെ പഠിക്കുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യം അവർ സമ്മതിക്കത്തുമില്ല. ഈ ഒരു വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. അതുകൊണ്ട് തന്നെയാണ് വിവോക്സ് കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഒന്നും എക്സ്പേർട്ടുകളെ ഇൻ്റർവ്യൂ ചെയ്യാതെ ഈ ഒരു മേഖലയിൽ ഇന്ന് ഏറ്റവും അധികം ഗവേഷണങ്ങൾ നടക്കുന്ന രാജ്യത്തെ എക്സ്പേർട്ടുകളുമായിട്ട് ഒരു സംഭാഷണം നടത്തുന്നത്. പക്ഷേ അത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. കാരണം വിവോക്സ് വളരുന്നതിനനുസരിച്ച് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള എക്സ്പേർട്സുകളെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ലൈംഗിക ബന്ധത്തിൽ ഫോർപ്ലേക്ക് എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ലൈംഗിക വികാരങ്ങൾ ഉണർത്തുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഏതെങ്കിലും ഒരു ശരീരഭാഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭാസമല്ല. ഒട്ടുമിക്ക സ്ത്രീകളുടെയും ലൈംഗിക വികാരം ഉണർത്തുന്ന ഭാഗങ്ങൾ അവരുടെ ശരീരത്തിൽ മൊത്തം വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്രതിഭാസമാണ്. എന്ന് പറഞ്ഞ് പുരുഷന്മാരിൽ അങ്ങനെ ഉണ്ടാകാറില്ല എന്നുള്ളതല്ല. പക്ഷേ സ്ത്രീകളെ അപേക്ഷിച്ച് ഒട്ടുമിക്ക പുരുഷന്മാരുടെയും ലൈംഗിക വികാരം ഉണർത്തുന്ന ഭാഗം എന്ന് പറയുന്നത് അവരുടെ ജനനേന്ദ്രിയങ്ങളാണ്. എന്നാൽ സ്ത്രീകളിൽ അങ്ങനല്ല. അപ്പം ഈ ഒരു വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഒരു ലൈംഗിക ബന്ധത്തിൽ സ്ത്രീകൾക്ക് ഫോർപ്ലേ വളരെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പം ഒരു സ്ത്രീയിൽ ലൈംഗിക വികാരങ്ങൾ ഉണർത്താൻ സഹായിക്കുന്ന ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ ഒരു പുരുഷന് ആ ലൈംഗിക ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും. മാത്രവുമല്ല, പല സ്ത്രീകൾക്കും അവരുടെ യോനി ഭാഗത്ത് ഒരു പുരുഷൻ സ്പർശിക്കാതെ തന്നെ ഒരു രതിമൂർച്ചയിലെത്താനുള്ള ഒരു കഴിവുമുണ്ട്. സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ ആർക്കാണ് കൂടുതൽ ലൈംഗിക വികാരങ്ങൾ ഉണർത്തുന്ന മേഖലകൾ ഉള്ളത്? എന്താണ് സയൻസിന് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഒരു സ്ത്രീയിലും പുരുഷനിലും ലൈംഗിക വികാരങ്ങൾ ഉണർത്തുന്ന മേഖലകൾ താരതമ്യം ചെയ്തുകൊണ്ടുള്ള പഠനങ്ങൾ ഒന്നും തന്നെ ഇതുവരെ നടത്തിയിട്ടില്ല. മാത്രവുമല്ല, രണ്ടുപേരിലും ഈ ലൈംഗിക വികാരം ഉണർത്തുവാൻ കഴിവുള്ള ഭാഗങ്ങൾ ഉണ്ടാക്കുന്ന വികാരങ്ങളിൽ വ്യത്യാസവും ഉണ്ടാകും. ചില സ്ത്രീകൾക്ക് അവരുടെ നിപ്പിൾസ് വളരെയധികം വികാരം ഉണർത്തുന്ന ഒരു ശരീരഭാഗമാണെങ്കിൽ വേറെ ചില സ്ത്രീകൾക്ക് അവിടെ യാതൊരു വികാരവും ഉണ്ടാവത്തില്ല. മറ്റു ചിലർക്ക് അത് സ്പർശിക്കുന്നത് പോലും ഇഷ്ടമായിരിക്കില്ല. ഒരു വ്യക്തിയിൽ വളരെയധികം ലൈംഗിക വികാരം ഉണർത്തുന്ന ഒരു ശരീരഭാഗമായിരിക്കില്ല വേറൊരു വ്യക്തിയിൽ. അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളിലും വികാരം ഉണർത്തുന്ന ലൈംഗിക ഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പൊതുവൽക്കരിക്കുന്നത് ശ്രദ്ധിച്ചു വേണം. അതുകൊണ്ട് തന്നെയാണ് ഒരു ലൈംഗിക പ്രവൃത്തിയിൽ സംഭാഷണത്തിൻ്റെ പ്രാധാന്യവും. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ വികാരം ഉണർത്താൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നറിയാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഒരു സംഭാഷണം തന്നെയാണ്. എങ്ങനെ ഒരു ദാമ്പത്യ ബന്ധത്തിൽ ശരിയായ രീതിയിൽ ഒരു സെക്സ് സംഭാഷണം നടത്താനുള്ള ഒരു കഴിവുണ്ടാക്കാം എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അവരുടെ ജനനേന്ദ്രിയങ്ങളല്ലാതെ ലൈംഗിക വികാരം ഉണർത്തും എന്ന് പൊതുവെ പറയാൻ പറ്റുന്ന ഭാഗങ്ങൾ? ഇതിൽ ആദ്യത്തേത് വായാണ്. പല സ്ത്രീകൾക്കും അവരുടെ വായും ചുണ്ടുകളും ഒക്കെ വളരെയധികം വികാരം ഉണർത്താൻ കഴിവുള്ള അവയവങ്ങളാണ്. അതുകൊണ്ടാണ് ചില സ്ത്രീകൾ പുരുഷന്മാരുമായിട്ട് ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഓറൽ സെക്സ്, അതായത് വാ കൊണ്ട് ചെയ്യുന്ന സെക്സിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. ഇതിലൂടെ അവർക്കൊരു രതിമൂർച്ച ലഭിക്കുകയും ചെയ്യും. ഇയർ ലോബ്സ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്ന ചെവിയുടെ കീഴ്ഭാഗം, അതായത് സ്ത്രീകൾ കമ്മലിടുന്ന ഭാഗം, അതാണ് സ്ത്രീകളിൽ വികാരമുണർത്താൻ സാധ്യതയുള്ള രണ്ടാമത്തെ ഭാഗം. 3, ഒരു സ്ത്രീയുടെ കഴുത്തിൻ്റെ സൈഡാണ്. ഇതും വളരെയധികം വികാരമുണർത്താൻ കഴിവുള്ള ഒരു ശരീരഭാഗമാണ്. 4, നിപ്പിൾസ്. പല സ്ത്രീകൾക്കും നിപ്പിൾസിൻ്റെ ഉത്തേജനത്തിലൂടെ മാത്രം ഒരു രതിമൂർച്ചയിലെത്താൻ സാധിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഒരു സ്ത്രീയുടെ യോനിയും ക്രിസരിയും ഒക്കെ ഉത്തേജിപ്പിക്കുമ്പോൾ ബ്രെയിനിൽ ഉണ്ടാകുന്ന അതേ വികാരം തന്നെയാണ് നിപ്പിൾസിൻ്റെ ഉത്തേജനത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ലൈംഗിക ബന്ധത്തിന് ശേഷം ശരീരം റിലീസ് ചെയ്യുന്ന ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ, അതും ഈ നിപ്പിൾസിൻ്റെ ഉത്തേജനത്തിലൂടെ റിലീസ് ചെയ്യും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോണാണ് ആ ലൈംഗിക ബന്ധത്തിന് ശേഷം ആ ദമ്പതികൾ തമ്മിലുള്ള ബന്ധവും അടുപ്പവും ഒക്കെ വർദ്ധിപ്പിക്കുന്നത്. ഈ നിപ്പിൾസിൻ്റെ ഉത്തേജനത്തിലൂടെ ചില പുരുഷന്മാർക്കും രതിമൂർച്ചയിലെത്താനുള്ള കഴിവുണ്ട്.
5 ബെല്ലി ബട്ടൺ അല്ലെങ്കിൽ പൊക്കിൾ. ഇതും വളരെയധികം സ്ത്രീകളിൽ വികാരമുണർത്തുന്ന ഒരു ശരീരഭാഗമാണ്. നമ്മളുടെ പല സിനിമകളിലും നടിമാരുടെ പൊക്കിൾ ചുംബിക്കുന്നത് സ്ഥിരമായിട്ട് ചിത്രീകരിക്കാറുള്ള ഒരു രംഗമാണ്. 6 ഇന്നർ തൈസ്, ഒരു സ്ത്രീയുടെ തുടയുടെ ഉൾഭാഗങ്ങൾ, അതായത് യോനി പ്രദേശവുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങൾ. ഇവ 6ഉം കൂടാതെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഈ ജി സ്പോട്ട് എന്ന് വിശേഷിപ്പിക്കുന്ന, അതായത് ഒരു സ്ത്രീയുടെ യോനിക്കുള്ളിലുണ്ട് എന്ന് പറയപ്പെടുന്ന ആ ഒരു ഭാഗം, അതിനെ നമുക്കൊരു ഇറോജിനസ് സോൺ ആയിട്ട് വിശേഷിപ്പിക്കാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എല്ലാ മേഖലകളും എല്ലാ വ്യക്തികളിലും ഒരുപോലെ ലൈംഗിക വികാരം ഉണർത്തുന്ന മേഖലകളായിക്കൊള്ളണമെന്നില്ല. അതൊരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യവുമായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് വികാരമുണരാത്ത ഒരു മേഖലയിൽ, അതായത് നിങ്ങളുടെ പൊക്കിളിലോ നിപ്പിളിലോ കഴുത്തിലോ ഒക്കെ ഒരു ഡോക്ടറിൻ്റെ അടുക്കെ പോയി കുത്തിവെച്ചതുകൊണ്ട് മാത്രം വികാരം ഉണരത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മേഖലകളെ പറ്റി മനസ്സിലാക്കുമ്പോൾ ഈ മേഖലകളിൽ ഉണരാൻ സാധ്യതയുള്ള വികാരങ്ങളിൽ ഉണ്ടാകുന്ന വൈവിധ്യത്തെ പറ്റി കൂടെ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.